സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിൻ യുവാക്കളിലൂടെ എന്ന സന്ദേശം അറിയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും നാഷണൽ സർവീസ് സ്കീമും മലപ്പുറം യുവഭാവന ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന യുവജാഗരൻ HIV എയ്ഡ്സ് ബോധവൽക്കരണ പാഠനാടകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജാതിരാജൻ മഹാവീര ചക്രവർത്തി കേശവപുരം രാജ്യത്ത് രാജാവ് എഴുന്നള്ളുന്നു. മഹാവീര ചക്രവർത്തി നമ്മുടെ മഹാരാജ്യത്തിന്റെ പ്രൗഢഗംഭീരമായ രാജ്യസദസ്സിന് നമോവാകം. ഹേ മന്ത്രി, കൊട്ടാരം ഉണരട്ടെ. വിളിക്കൂ കൊട്ടാരം നർത്തകിയെ. പാട്ടും നൃത്തവും തുടങ്ങട്ടെ. ഗംഭീരം ഗംഭീരം. ഹായ്, എല്ലാവർക്കും സന്തോഷമായല്ലോ. ഈ സുദിനത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ക്ഷേമാന്വേഷണത്തിനായി രാജ്യത്തുടനീളം വേഷപ്രച്ഛന്നമായി സഞ്ചാരം പൂർത്തിയാക്കി കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ മഹാവീര ചക്രവർത്തി നിങ്ങളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കും. പറയൂ രാജൻ, അങ്ങയുടെ സംസാരം കേൾക്കാൻ എല്ലാവരും കാതു കൂർപ്പിച്ചിരിക്കുകയാണ്. പ്രജകളെ, യാത്രയിൽ നാം കണ്ട നിരവധി കാര്യങ്ങളിൽ എന്നെ വല്ലാതെ അലട്ടിയ ഒരു കാര്യം, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്താൻ കഴിവുള്ള HIV വൈറസിനെ കുറിച്ചാണ് നാം കേട്ടത്. ഇത് 4 വിധത്തിലേ പകരൂ എന്നും നാം അറിഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെയാണ് രാജൻ മറ്റുള്ളവർക്ക് പകരുന്നത്? പറയാം, എല്ലാം വിശദമായി തന്നെ നാം പറയാം. നടന്നൊരു പുരങ്ങൻ മനുഷ്യന്റെ കുപ്പായമണിഞ്ഞു. എടോ മന്ത്രി, വഴി തെറ്റാതെ ഒന്ന് നേർവഴിക്ക് നടക്കണം. വഴി തെറ്റുന്ന എന്തോ ഒന്ന് ഇവിടെ നടക്കുന്നുണ്ട്. എടോ, രാജനൊന്നും മന്ത്രിയൊന്നും വിളിക്കരുതെന്ന് നാം പറഞ്ഞിട്ടില്ലേ? ഇവരെ കൊണ്ട് തോറ്റു. മിണ്ടല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ആരും കാണാതെ ഇവിടെ ഒളിച്ചിരിക്കാം. നീ താഴ്ന്നിരിക്കണോ? ഈ സ്വർഗതുല്യമായ ഭൂമി എല്ലാം ആസ്വദിക്കണം. വളകിലുക്കം കേൾക്കണല്ലോ, ആരാരോ വരുന്നുണ്ടല്ലോ. ഹായ് സുന്ദരേ, ഇന്നത്തെ രാത്രി എന്റെ കിടപ്പുറ പങ്കുവെക്കാൻ നിനക്ക് എത്ര വേണം പറ. കള്ളൻ എന്താ ചേട്ടാ ആദ്യമായിട്ട് വരുന്ന പോലെ?
എന്നാൽ വേഗം വാ, നേരം ഒഴുകണ്ട. ഇങ്ങനെ ധൃതി വെക്കാതെ ഇതിനൊക്കെ ഒരു മുൻകരുതലൊക്കെ വേണ്ടേ? ഇല്ലെങ്കിലേ ഞാനാ കുടുങ്ങ. ഛേ, ഇതിനെന്ത് മുൻകരുതൽ? വേഗം വാ. Come on, girl. Come on. പിടിച്ചു വലിക്കാതെ ഞാൻ വരാം. പോയോ പോയോ, ഇവരുടെ ഒരു കാര്യം. അവൾ മുൻകരുതൽ എന്ന് പറഞ്ഞത് നിരോധ അഥവാ ഉറ ഉപയോഗിക്കണമെന്നാണ് രാജൻ. അവൻ അതിന് സമ്മതിച്ചില്ല. രാജ്യദ്രോഹം. എടോ, പരസ്ത്രീ പരപുരുഷ ലൈംഗിക ബന്ധത്തിലും സ്വർഗരതിയിലും നിർബന്ധമായും നിരോധം ഉപയോഗിക്കണമെന്ന് അറിയില്ലൂടെ നിനക്ക്? എടോ പൊക്കടോ പ്ലക്കാട്. ആ പൊക്ക്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ കോണ്ടം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ HIV അണുബാധയും ലൈംഗിക രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട്. താൻ ഈ രാജ്യത്തിന്റെ നിയമം തെറ്റിച്ചിരിക്കുന്നു. ഞാൻ ഈ ഉറയുടെ ഉപയോഗത്തെ കുറിച്ച് അറിഞ്ഞത് എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ സുരക്ഷാ പദ്ധതിയിലൂടെയാണ്. HIV അണുബാധ ഉണ്ടാവാൻ സാധ്യത കൂടിയ വിഭാഗങ്ങളായ ലൈംഗിക തൊഴിലാളികൾ, സ്വവർഗരതിയിൽ ഏർപ്പെടുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അതിഥി തൊഴിലാളികൾ തുടങ്ങിയവർക്കൊക്കെ ജീവിതം നയിക്കാൻ സുരക്ഷ സഹായിക്കും. എടോ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരെയും ലൈംഗിക രോഗങ്ങൾ ഉള്ളവരെയും എത്രയും പെട്ടെന്ന് പുലരി കേന്ദ്രത്തിൽ എത്തിക്കണം. പുലരിയിൽ ലൈംഗിക രോഗ പരിശോധനയും ചികിത്സയും സൗജന്യവും അത് രഹസ്യാത്മകവുമാണ്. അതെ, സ്വവർഗരതിയിൽ ഏർപ്പെടുന്നവരിലാണ് HIV അണുബാധയും ലൈംഗിക രോഗങ്ങളും കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോ എന്ത് മനസ്സിലായി? ക്വാണ്ടം ഇല്ലെങ്കിൽ വേണ്ട. എടോ, താൻ ഈ ഓട്ടോറിക്ഷ വിളിച്ചത് വളരെ നന്നായി. നടന്നു മനുഷ്യന്റെ ഊപ്പാടളകി. ആ അയ്യോ. ഹൈ ഡ്രൈവറെ, നേരെ നോക്കി വണ്ടി വിടടോ. അയ്യോ അയ്യോ, എന്റെ അമ്മ. ഈശ്വര, അയ്യോ. എടോ മന്ത്രി, നിനക്ക് വല്ലതും പറ്റിയോ? ആവോ. അയ്യോ, അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, ഔ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. മന്ത്രി, ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. അതാരാ? ആശുപത്രി കൊണ്ടോണേ. അയ്യോ, എടോ, വേഗമാണ്. ഇദ്ദേഹത്തിന്റെ മുറിവിൽ നിന്നും ധാരാളം രക്തം പോകുന്നുണ്ട്. അയ്യോ, എടോ, ആംബുലൻസ് വിളിക്കണോ? രാജൻ, അപകടങ്ങൾ പെരുകിയ ഈ കാലത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന രക്തം അണുവിമുക്തമാണെന്ന് ഉറപ്പുവരുത്തണം, അല്ലേ? അതിന് സർക്കാർ അംഗീകൃത രക്തബാങ്കുകളിൽ നിന്നും മാത്രം രക്തം സ്വീകരിച്ചാൽ മതി എന്ന് കൂടി പറയണോ? മതി മതി, അത് മതി. പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീക്കും പുരുഷനും രക്തം ദാനം ചെയ്യാം. ഒരാൾ രക്തം നൽകിയാൽ 4 പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ. രക്തദാനം മഹാദാനം. എറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഹായ് ഹായ്. എടോ, ഈ മദ്യം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതെ, പിന്നെ ഒരു 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 ഹലോ ഹലോ, റേഞ്ചില്ലേ? അതെ, ബോസ് ഉണ്ട്, എവിടെയാണെന്ന്. അതെന്താന്നറിയോ, ഇന്നലെ ഉപയോഗിച്ച അതേ നേരായിന്ന്. ഞങ്ങൾക്ക് ഇവിടെ കച്ചിക്കാനും പറക്കണ്ടെന്ന്. അപ്പൊ പണം എത്ര വേണമെങ്കിൽ തരാന്ന്.
ബ്രോ ഇന്നലത്തെക്കാളും ഡാസുള്ള സാധനം തന്നെ വേണം. സിറിഞ്ചില്ലാതെ ബോസെ, സിറിഞ്ചിലല്ലോ കാര്യം, നമ്മൾ അടിക്കുന്ന സാധനത്തിലല്ലേ. അത് ഡോസ് കൂടിക്കോട്ടെ, മറ്റാൾ ഇവിടെ ഉണ്ടെന്ന്. ആയിക്കോട്ടെ, വേമ്പേരി ആയിക്കോട്ടെ, വെക്കട്ടെ. അതെ, മൂപ്പരിപ്പോ വരാന്ന് പറഞ്ഞു ചങ്ങായി. വന്നല്ലോ ബോസ്. ഹലോ, ഞാൻ നേരം വയ്ക്കോ? ഇല്ലല്ലോ. വാ വാ വാ, എല്ലാരും വരും, വേഗം വരും, നമുക്ക് സെറ്റാക്കാം. വാ വാ വാ, എല്ലാരും അടുത്തേക്ക് നോക്കും. വാ വാ. ബോസെ സാധനം എടുക്കുന്നു. ദാ, എന്നെ കുത്ത്, എന്നെ കുത്ത്. ഇനി എന്നെ തിരിച്ചെത്ത്. ഇപ്പോഴാണ് വൈബായത്. എടോ, ഈ മയക്കുമരുന്ന് ഉപയോഗം രാജ്യശിക്ഷയാണെന്ന് അറിയില്ലടോ. അല്ലെങ്കിൽ തന്നെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിന് താനൊക്കെ വളം വെച്ച് കൊടുക്കുന്നോടാ. ആണോടാന്ന്? അങ്ങുന്നേ, ഇനി ഞാൻ ചോദിക്കാം ഇവരോട്. എടോ, ഇപ്പൊ എങ്ങനുണ്ട്? ഇപ്പോഴാണ് ചില്ലായത്. എന്നാലേ അതിലേറെ ചില്ലായ വേറെ കാര്യം പറയട്ടെ. പറയൂ, വേഗം പറയൂ. നിങ്ങളെല്ലാവരും ഒരേ സിറിഞ്ചല്ലേ ഉപയോഗിച്ചത്? അതെ, ഒരേ സിറിഞ്ചാണ് ഉപയോഗിച്ചത്. അപ്പോഴേ നിങ്ങൾക്കാർക്കെങ്കിലും HIV അണുബാധ ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലോ അത് മറ്റുള്ളവർക്കും കൂടി പകരുമല്ലോ. അത് മാത്രമല്ല രാജൻ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരില്ലേ HIV അണുബാധ കൂടുതൽ ഉണ്ടെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവർ ജാഗ്രത. അതെ, ഇവയിൽ നിന്നും രക്ഷ നേടാൻ ഇവരെ മുഴുവൻ തൂക്കിയെടുത്ത് സുരക്ഷയിലെത്തിക്കുക. അവിടെ നല്ല പരിചരണം ലഭിച്ച് ലഹരി വിമുക്തമാകാൻ കഴിയും. ഇനി ഇവരിൽ ആരെങ്കിലും HIV പോസിറ്റീവ് ആണെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടത് ഉഷസ്സിൽ നിന്നാണ്. സമഗ്ര ART ചികിത്സാ കേന്ദ്രമാണ് ഉഷസ്. മംഗളങ്ങൾ മാറിക്കോരിച്ചൊരിയാം നമുക്ക് മധുരിതു വാസന്തരാവിൽ. മന്ത്രി, ഇതൊരു കല്യാണ വീടാണല്ലോ. അപ്പോ നല്ല സദ്യ ഉണ്ടാവും, പായസവും പപ്പടവും. ഹായ്, ഗംഭീരായിരിക്കുംല്ലേ? ചേട്ടാ, നമുക്ക് ജനിക്കുന്ന ആദ്യത്തെ കൺമണി അത് ആൺകുട്ടിയാവണം. എടേ, എനിക്കിഷ്ടം ഒരു പെൺകുട്ടിയാ. തൊട്ട് തൊട്ട് ഉടുപ്പിടിയിപ്പിച്ച് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടം. അല്ല ചേട്ടാ, ആൺകുട്ടി. ക്ഷമിക്കാനിരിക്കുന്ന കുഞ്ഞ് അത് ആണായാലും പെണ്ണായാലും ഗർഭിണിയായ സ്ത്രീ HIV അണുബാധിതയാണെങ്കിൽ കുഞ്ഞിന് 25% HIV വരാൻ സാധ്യതയുണ്ട്. ഗർഭിണിയായ മുഴുവൻ സ്ത്രീകളും 3 മാസത്തിനുള്ളിൽ HIV ഉണ്ടോ എന്ന് പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയണം. അമ്മ HIV പോസിറ്റീവ് ആണെങ്കിൽ കുഞ്ഞിന് HIV അണുബാധ വരാതിരിക്കാനുള്ള
ചികിത്സ സൗജന്യമായി എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭ്യമാണ്. ഇപ്പൊ മനസ്സിലായോ HIV AIDS എന്താണെന്ന്? HIV ഒരു വൈറസും എയ്ഡ്സ് ഒരു രോഗാവസ്ഥയുമാണ്. HIV വരാനുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയ ഏതൊരു വ്യക്തിക്കും പരിശോധനകളും കൗൺസിലിങ്ങുകളും ലഭിക്കുന്ന സ്ഥാപനമാണ് ജ്യോതിഷ് അഥവാ ICTC. മനസ്സിലായോ? എന്നാ ശരി, പിന്നെ കാണാം. മഹാവീര ചക്രവർത്തി കേശവപുരം മഹാരാജൻ നീണാൾ വാഴട്ടെ, നീണാൾ വാഴട്ടെ, നീണാൾ വാഴട്ടെ. എന്റെ പ്രിയപ്പെട്ട പ്രജകളെ, ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ നാം യാത്രയിൽ അറിഞ്ഞ HIV അണുബാധ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പകരുന്നത് എന്ന്. മനസ്സിലായി. ഒരു കഥ കേട്ട പോലെ എല്ലാം മനസ്സിലായി. മന്ത്രി, ഇനി മുതൽ എയ്ഡ്സിനെ കുറിച്ചുള്ള അറിവിനായി ബാനറുകൾ ഉയരട്ടെ. ജ്യോതിസ് സംയോജിത കൗൺസിലിംഗ് സെന്റർ HIV സൗജന്യമായി പരിശോധിക്കുകയും വിവരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് ജ്യോതിസ്. അടുത്തത് ഉഷസ്. ഉഷസ് എന്ന് പറഞ്ഞാൽ HIV അണുബാധിതരുടെ സമഗ്ര ചികിത്സാ കേന്ദ്രം. HIV പിടിപെടാൻ സാധ്യത കൂടുതലുള്ളവർക്ക് വേണ്ടി സർക്കാർ ഒരുക്കുന്ന പ്രോഗ്രാമാണ് സുരക്ഷ. ലൈംഗിക അവയവങ്ങളിൽ അസുഖം വന്നാൽ, അതായത് വീക്കും പഴുപ്പും മുറിവൊക്കെ വന്നാൽ സന്ദർശിക്കേണ്ട സ്ഥലമാണ് പുലരി. കെയർ ആൻഡ് സപ്പോർട്ട് HIV അണുബാധിതരുടെ പരിചരണത്തിനും സാമൂഹിക ഉന്നമനത്തിനും പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ്, അഥവാ HIV അണുബാധിതരുടെ ഒരു കൂട്ടായ്മയാണിത്. കെയർ ആൻഡ് സപ്പോർട്ട്. ഒന്നുകൂടി, HIV അണുബാധിതരായിട്ടും HIV ഉണ്ടോ എന്നറിയാതെ ജീവിക്കുന്ന അനേകം പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഞങ്ങളുടെ യാത്രയിൽ ഈ കാര്യവും മനസ്സിലായി. അതിനാൽ രാജ്യത്തെ എല്ലാവർക്കും HIV സ്റ്റാറ്റസ് അറിയുന്ന നോ യുവർ സ്റ്റാറ്റസ് പരിപാടി ആരംഭിക്കുന്നു. അല്ല, നിർബന്ധമായി HIV സ്റ്റാറ്റസ് അറിയേണ്ടവർ ആരൊക്കെയാണ്? പറയാം. ലൈംഗിക തൊഴിലാളികൾ, HIV പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവർ, ക്ഷയരോഗികൾ, ഗർഭിണികൾ, രക്തം സ്വീകരിച്ച് സർജറിക്ക് വിധേയമായവർ, പിന്നെ സിറിഞ്ച് സ്റ്റെറിലൈസ് ചെയ്യാതെ പച്ച കുത്തിയവർ, ദീർഘദൂര ലോറി ട്രക്ക് ജീവനക്കാർ, ഇവരൊക്കെയാണ് HIV സ്റ്റാറ്റസ് അറിയേണ്ടത്. മഹാരാജൻ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. സ്വർഗരതിയിൽ ഏർപ്പെടുന്ന എല്ലാ പുരുഷന്മാരും സ്ത്രീകളും HIV സ്റ്റാറ്റസ് നോക്കുന്നതോടൊപ്പം തന്നെ സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉള്ള എല്ലാവരും HIV പരിശോധന നടത്തിയിരിക്കണം, നിർബന്ധമാണ്. ഒരു കാര്യം കൂടി പറയാറുണ്ട്. HIV ബാധിതരുടെ സംരക്ഷണത്തിനായി HIV എയ്ഡ്സ് പ്രതിരോധ നിയന്ത്രണ നിയമം നടപ്പിൽ വന്നിട്ടുണ്ട് 2017. അത് ഓർക്കണം കേട്ടോ. മാന്യമഹാജനങ്ങളെ, രാജ്യകൽപ്പന. ഏതു നേരവും എവിടെ നിന്നും ഏതു ഭാഷയിലും HIV സംശയ നിവാരണത്തിനും സഹായത്തിനും ടോൾ ഫ്രീ നമ്പറായ 1097 വിളിക്കുക. 1097 വിളിക്കുക. എല്ലാം ഭംഗിയായി മനസ്സിലായ സ്ഥിതിക്ക് ആഘോഷം തുടങ്ങട്ടെ. എള്ളുള്ളേറി മണ്ണിനങ്ങേറെ തിരിച്ചുവിട്ടേ തുണ്ട് കയ്യാ മണ്ണിനങ്ങേറെ എള്ളുള്ളേറി
HIV AIDS ബോധവൽക്കരണ പാവനാടകം ഇവിടെ പൂർണ്ണമാകുന്നു.